കണ്ണൻ്റെയും രാധയുടെയും കഥകൾ കേൾക്കാൻ ആഗ്രഹമുള്ള എല്ലാ ഗോപന്മാർക്കും കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന കഥ രാധാദേവിയുടെ എന്ന് പറയുന്നതാണ് കൂടുതൽ ഉചിതം. രാധാദേവിയുടെ മകനെ പറ്റിയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കും, രാധാറാണിക്ക് അങ്ങനെയൊരു മകനുള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും അല്ലെങ്കിൽ ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, രാധാദേവിക്ക് അങ്ങനെ ഒരു മകനില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. നിങ്ങളുടെ ചിന്തകൾ ശരിയാണ്. ഭൂമിയിൽ രാധാദേവി ജനിക്കുമ്പോൾ, അതായത് അവതാരം എടുക്കുമ്പോൾ, ആ അവതാരം മനുഷ്യനായിട്ട് ഭൂമിയിലെടുത്ത ആ ഒരു അവതാരത്തിൽ രാധാദേവിക്ക് പുത്രന്മാരോ പുത്രികളോ ഒന്നുമില്ല. എന്നാൽ രാധാദേവിക്ക് അങ്ങ് ഗോലോകത്ത് വെച്ച് ഒരു പുത്രൻ ഉണ്ടായിട്ടുണ്ട്. അതിശ്രേഷ്ഠനായിട്ടുള്ള, ഈ ജഗത്തിന് തന്നെ ആധാരനായിട്ടുള്ള ഒരു പുത്രൻ. ആ പുത്രനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതിനോടൊപ്പം ലക്ഷ്മി ദേവിക്കും സരസ്വതി ദേവിക്കും എന്തുകൊണ്ട് പുത്രന്മാർ ഇല്ല എന്നതിനെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കഥ ബ്രഹ്മവൈവർത്തന പുരാണത്തിലാണ് ഇത് പരാമർശിച്ചിരിക്കുന്നത്. അതായത് സൃഷ്ടിയുടെ തുടക്കത്തിൽ നമ്മുടെ രാധാദേവിയുടെ ആവിർഭാവത്തിന് ശേഷം, അപ്പോൾ ഈ രാധാദേവിയുടെ ആവിർഭാവത്തെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് രാധയും കൃഷ്ണനും ഒന്നാണെന്ന് പറയാനുള്ള കാരണം എന്ത് എന്ന് പറയുന്ന വീഡിയോയിൽ വിശദമായിട്ട് രാധാദേവിയുടെ ആവിർഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ടില്ലാത്തവർ പോയി അതൊന്ന് കേൾക്കുക. അപ്പോൾ രാധാറാണിയുടെ ആവിർഭാവത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ അതിൽ ലഭ്യമാകും. ഇനി ഈ രാധാറാണി എന്ന് പറയുന്നത് അറിയാലോ, പ്രപഞ്ചത്തിലേക്കും വെച്ച് ഏറ്റവും സുന്ദരിയാണ് രാധാദേവി എന്ന് പറയുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരനായ പരമാത്മാവായ പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ആ ഭഗവാൻ കൃഷ്ണനിൽ നിന്നും ആവിർഭവിച്ച ആളാണ് ആര്? രാധാദേവി. അപ്പോൾ ആ സുന്ദരിയായിട്ടുള്ള, തലയിൽ മുല്ലപ്പൂ മാല ചാർത്തി നിറയെ രത്നാഭരണങ്ങളൊക്കെ ധരിച്ച് നല്ല സുന്ദരിയായിട്ടുള്ള ആ രാധാദേവിയുമായി നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ അനേക സംവത്സരങ്ങൾ രതിലീലകളാടി സന്തോഷത്തോടെ ഇങ്ങനെ ജീവിച്ചു. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ രാധാദേവി ഗർഭം ധരിക്കുന്നു. അപ്പോൾ പിന്നീട് ഒരു 100 ദിവ്യവർഷങ്ങൾ രാധാദേവി ഈ ഗർഭം ധരിക്കും എന്നാണ് പറയുന്നത്. ഗർഭം ചുമന്നുകൊണ്ട് നടക്കുമെന്നാണ് പറയുന്നത്, 100 ദിവ്യവർഷങ്ങൾ. അപ്പോൾ ഈ 100 ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, ഈ 100 വർഷമൊക്കെ ഒരാൾ ഗർഭം ധരിക്കുമോ എന്നൊക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളൊരിക്കലും നമ്മുടെ കലികാലത്തിലെ സാധാരണ മനുഷ്യരുടെ ഇതുമായിട്ട് ദേവീദേവന്മാരെ അല്ലെങ്കിൽ മറ്റ് യുഗങ്ങളിലെ കാര്യങ്ങളെ നമ്മൾ അളക്കാനായിട്ട് പാടില്ല. കാരണം രാധാദേവി ആ 100 വർഷം ആ ഒരു ഗർഭം ചുമക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള, അത്രയും ദിവ്യനായിട്ടുള്ള ഒരാളെയാണ് രാധാദേവി ഗർഭം ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരെയൊന്നുമല്ല, അത് ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പുത്രനെയാണ് രാധാദേവി ഗർഭം ധരിച്ചിരിക്കുന്നത്. അങ്ങനെ രാധാദേവിയും തൻ്റെ പുത്രനെ കാണാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് കഴിയുമ്പോൾ ഒരു ദിവസം നമ്മുടെ രാധാദേവി പ്രസവിക്കുന്നു. പക്ഷേ രാധാദേവി താൻ പ്രസവിച്ച ആ ശിശുവിനെ കണ്ട് രാധാദേവി അത്യധികം ദുഃഖിതയും വളരെയധികം നിരാശയുള്ളവളുമായി തീരുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാധാദേവി പ്രസവിച്ചിരിക്കുന്നത് ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു മുട്ട, ഒരണ്ടം, ഒരു സുവർണ അണ്ടത്തെയാണ് രാധാദേവി പ്രസവിച്ചത്. അപ്പം രാധാദേവി പ്രതീക്ഷിച്ചത് സുന്ദരനായിട്ടുള്ള
ഒരു ബാലകനെ പ്രതീക്ഷിച്ച രാധാദേവി നോക്കുമ്പോൾ എന്താണ് താൻ പ്രസവിച്ചിരിക്കുന്നത്? ഒരു സുവർണ അണ്ഡത്തെയാണ് പ്രസവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നി. ദേവിമാർ മുട്ട പ്രസവിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പം നമ്മൾ ഇതിനു മുമ്പും പല കഥകളിലും ഇത് കേട്ടിട്ടുണ്ട്. അതായത് പുരാണത്തിൽ പല കഥകളിലും ഇത് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഗരുഡൻ്റെ അമ്മ അല്ലേ, വിനത എന്ന് പറയുന്നത് എന്താണ്? ഒരു ദേവസ്ത്രീയാണ്. അപ്പോൾ ആ വിനത പ്രസവിക്കുന്നത് എന്താണ്? 2 മുട്ടകളെയാണ്. ആ മുട്ടകളിൽ അപ്പോൾ ഈ മുട്ടകൾ വിരിയാനായിട്ട് വിനത അത് സൂക്ഷിച്ച് വെച്ചിട്ട് കുറേ നാളായിട്ട് ഈ മുട്ട വിരിയുന്നില്ല. അങ്ങനെ അവസാനം ക്ഷമ നശിച്ചിട്ട് ഈ വിനത എന്ത് ചെയ്യും? ആ മുട്ടയിൽ ഒരെണ്ണം അങ്ങ് പൊട്ടിക്കും. ആ മുട്ട അപ്പോൾ ആ മുട്ട പൊട്ടിക്കുമ്പോൾ അതിൽ നിന്ന് സുന്ദരനായിട്ടുള്ളൊരു ശിശു, പക്ഷേ എന്താണ്, ഈ അരഭാഗം വരെ ആ ശിശു വളർച്ച എത്തിയിട്ടുള്ളൂ. അരയ്ക്ക് താപ്പോട്ട് വളർച്ച എത്തിയിട്ടില്ല, പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടായിരുന്നില്ല ആ കുട്ടി. അപ്പം വിനതയ്ക്ക് ആ ക്ഷമയില്ലായ്മ കാരണം വിനത ആ മുട്ട പൊട്ടിച്ചതാണ്. അപ്പോൾ ആ ശിശുവാണ് പിന്നീട് അരുണൻ, നമ്മുടെ സൂര്യൻ്റെ തേരാളിയായ അരുണനായി മാറുന്നത്. അപ്പോൾ വിനത എന്നിട്ട് ഈ അരുണൻ പറയും, അമ്മ എന്ത് ചെയ്യണം, എൻ്റെ അനിയനാണ് ആ അടുത്ത മുട്ടയിലുള്ളത്, അത് ദയവേത് അമ്മ അത് പൊട്ടിക്കരുതെന്ന് അരുണൻ പറയുന്നുണ്ട്. അങ്ങനെ ആ മുട്ടയിൽ നിന്നാണ് നമ്മുടെ ഗരുഡൻ ഉത്ഭവിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ അതുപോലെയാണ് സർപ്പങ്ങളുടെ അമ്മ കദ്രു അല്ലേ. അപ്പോൾ കദ്രു പ്രസവിക്കുന്ന എന്താണ്? മുട്ടകളെയാണ്. അതിൽ നിന്നാണ് സർപ്പങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഒരു സാധാരണ സംഭവം തന്നെയാണ്. അങ്ങനെ രാധാറാണി ആകെ നിരാശയായിട്ട് നമ്മുടെ രാധാദേവി എന്ത് ചെയ്യും? ഈ സുവർണ അണ്ഡത്തെ എടുത്ത് ആ സമുദ്രത്തിലേക്ക് എറിയും. അപ്പോൾ ഇത് ആര് കാണുകയാണ്? നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ. ഭഗവാന് അത് കാണുമ്പോൾ വളരെയധികം സങ്കടവും ദേഷ്യവും എല്ലാം വരും. കാരണം അവരുടെ കുഞ്ഞിനെയാണ് എടുത്ത് രാധാദേവി സമുദ്രത്തിലേക്ക് എറിഞ്ഞത്. അപ്പോൾ ഭഗവാൻ ദേഷ്യം വന്നിട്ട് രാധാദേവിയെ ശപിക്കുമെന്നാണ് ഈ ബ്രഹ്മവൈവർത്തന പുരാണത്തിൽ പറയുന്നത്. അതായത് അപത്യത്തെ കടലിലെറിഞ്ഞതുകൊണ്ട് ഇനി നീ അനപത്യ ദുഃഖമുള്ളവളായിരിക്കും, ഇനി നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. അതുപോലെ നിൻ്റെ അംശത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദേവിമാർക്കും അല്ലെങ്കിൽ മറ്റ് ദേവസ്ത്രീകൾക്കും ഒന്നും കുട്ടികൾ ഉണ്ടാകില്ല എന്നൊരു ശാപം എന്ത് ചെയ്യുന്നു? ഈ കൃഷ്ണൻ രാധാദേവി അന്നേരം ഉണ്ടായ വിഷമത്തിൽ ശപിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ രാധാദേവിയിൽ നിന്നാണ് പിന്നീട് ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും ഒക്കെ ഉത്ഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് കുട്ടികളില്ലാതെ പോയത് ഭഗവാന്റെ ഈ ശാപം കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അതുപോലെ രാധാദേവിയിൽ നിന്ന് ഒരുപാട് ഗോപികമാരൊക്കെ ഈ ഗോലോകത്തിൽ ഒരുപാട് ഗോപികമാരൊക്കെ ഉത്ഭവിക്കും. അവർക്കും ഇതുപോലെ കുട്ടികൾ ഉണ്ടാകില്ല. അപ്പോൾ അതാണ് ആ കഥ. അങ്ങനെ ഈ സുവർണ അണ്ഡത്തിന് എന്ത് പറ്റിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സുവർണ അണ്ഡം എന്ത് ചെയ്യണം? ആ സമുദ്രത്തിൽ എറിഞ്ഞു. അത് അനേകം വർഷങ്ങൾ ആ മുട്ട അങ്ങനെ തന്നെ, ആ ഒരു സുവർണാണ്ഡം അങ്ങനെ തന്നെ കിടക്കും. അതിനുശേഷം ഒരു ദിവസം എന്ത് ചെയ്യുന്നു? ഇത് 2ആയി പിളരും. അതിൽ നിന്ന് ഒരു ശിശു, വളരെയധികം തേജസ്സുള്ള ഒരു ശിശു അതിൽ നിന്ന് ജനിക്കും. അപ്പോൾ ആ ശിശുവിൻ്റെ തേജസ്സിനെ പറയുന്നത് വിഷ്ണുവിൻ്റെ 16 തേജസ്സാണ് ആ ശിശുവിനുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ശിശു ജനിച്ചു. അപ്പോൾ ആ കുട്ടി വെള്ളത്തിലിങ്ങനെ കിടക്കുകയാണ്. വെള്ളത്തിലല്ലേ ആ മുട്ട കിടന്നത്. അപ്പോൾ അതിൽ തന്നെയാണ് ആ കുട്ടി ജനിക്കുന്നത്. ആ കുട്ടി വെള്ളത്തിൽ കിടന്നിട്ട് മുകളിലോട്ട് നോക്കുകയാണ്. അപ്പോൾ എല്ലായിടവും ശൂന്യത, ആരെയും കാണുന്നില്ല. അപ്പോൾ ആ കുട്ടിക്ക് സങ്കടമാകും. കാരണം അച്ഛനും അമ്മയൊക്കെ തന്നെ ഉപേക്ഷിച്ചു, തനിക്ക് ആരുമില്ല. മാത്രമല്ല ഇപ്പം നല്ലതുപോലെ വിശക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ബാലകൻ എന്ത് ചെയ്യും? കരയാൻ തുടങ്ങും. അങ്ങനെ കരയാൻ തുടങ്ങുമ്പോൾ അവിടെ നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ പ്രത്യക്ഷപ്പെടും. കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ കുട്ടിക്ക് സന്തോഷമാകും. തൻ്റെ ജനകനെ, തൻ്റെ പിതാവിനെ കാണുകയാണ്. അങ്ങനെ ആ കുട്ടിക്ക് വളരെയധികം സന്തോഷമാവും. അപ്പോൾ
കൃഷ്ണൻ ആ കുട്ടിക്ക് അനുഗ്രഹം കൊടുക്കും. നീ എന്നെപ്പോലെ വിശപ്പ്. അപ്പോൾ ഈ കുട്ടി വിശന്ന് കരയാൻ തുടങ്ങിയല്ലോ, അപ്പോഴാണല്ലോ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവാൻ പറയും, നീ എന്നെപ്പോലെ വിശപ്പും ദാഹവും ഇല്ലാത്തവനായിരിക്കും, അതുപോലെ എന്നെപ്പോലെ ജ്ഞാനിയായിരിക്കും, ഈ സർവ ബ്രഹ്മാണ്ടങ്ങൾക്കും അധിപതി നീ ആയിരിക്കും. നിനക്ക് അനേക ബ്രഹ്മവർഷം നിനക്ക് ആയുസ്സോടുകൂടി ജീവിക്കാം, നിനക്ക് നാശം ഉണ്ടാകത്തില്ല എന്നിങ്ങനെയൊക്കെ ഭഗവാൻ തൻ്റെ പുത്രനെ അനുഗ്രഹിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ ഒന്നുകൂടി പറയുന്നുണ്ട്, ഈ കുട്ടിയോട് ചോദിക്കും, ഇനി എന്തെങ്കിലും വരം വേണമെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയും, അങ്ങയിലുള്ള ഭക്തി മാത്രം എനിക്ക് മതിയെന്ന് ഈ കുട്ടി പറയും. അന്നേരം ഭഗവാൻ പറയും, നിനക്ക് നീ ആഗ്രഹിക്കുമ്പോൾ നിനക്ക് എന്നെ കാണാൻ സാധിക്കും, അതുപോലെ എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന, അതല്ലെങ്കിൽ എൻ്റെ നെഞ്ചിലിരിക്കുന്ന നിൻ്റെ മാതാവിനെയും നിനക്ക് ദർശിക്കാനായിട്ട് സാധിക്കുമെന്ന് ഭഗവാൻ ആ കുട്ടിയോട് പറയുകയാണ്. അങ്ങനെ എന്നിട്ട് പറയുകയാണ്, അപ്പോൾ ഈ കുട്ടിയാണ് നമ്മൾ ആ പേര് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ കുട്ടിയുടെ ഒരു മഹത്വം. ആ കുട്ടിയുടെ പേരാണ് വിരാട് പുരുഷൻ. അതായത് 14 ലോകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അനേകായിരം ബ്രഹ്മാണ്ടങ്ങളെ വഹിക്കുന്നവനാണ് ഈ വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. ആ വിരാട് പുരുഷനിലാണ് എല്ലാ ബ്രഹ്മാണ്ടങ്ങളും. വിരാട് പുരുഷൻ്റെ ഓരോ രോമകൂപങ്ങളിലും ഓരോ ബ്രഹ്മാണ്ടം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അപ്പോൾ വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വിരാട് പുരുഷൻ്റെ ഒരു ചെറിയ പതിപ്പാണ് അർജുനന് ഭഗവത്ഗീത ഉപദേശിക്കുന്ന സമയത്ത് പറയുന്നത്. അപ്പോൾ ആ വിരാട് പുരുഷൻ്റെ രൂപം വിശദമായിട്ട് അറിയണമെന്നുള്ളവർ ഭഗവത്ഗീത അധ്യായം 11 വായിച്ചു നോക്കിയാൽ മതി. അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ വിരാട് പുരുഷൻ എന്ന് പറയുന്നത് ആർക്കും അങ്ങനെ പെട്ടെന്ന് ദർശിക്കാനൊന്നും പറ്റൂല. അതെന്ന് പറയുന്നത് ഈ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ 14 ലോകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു ബ്രഹ്മാണ്ടം. മാത്രവുമല്ല പാതാളം തൊട്ട് ബ്രഹ്മലോകം വരെ വലുപ്പമുള്ളതാണ്. അതായത് പാതാളം തൊട്ട് ബ്രഹ്മലോകം വരെയാണ് ഈ 14 ലോകം. ഭൂമിക്ക് മുകളിലോട്ട് 7 താഴോട്ട് 7, അങ്ങനെ 14 ലോകങ്ങൾ. അപ്പോൾ ആ 14 ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബ്രഹ്മാണ്ടം. അങ്ങനെ ആയിരക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളെ താങ്ങി നിർത്തുന്നവനാണ് ഈ വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, ഈ വിരാട് പുരുഷനിൽ നിന്നാണ് പിന്നീട് ക്ഷുദ്രവിരാട് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഓരോ ബ്രഹ്മാണ്ടത്തിലും ഈ ക്ഷുദ്രവിരാടാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ക്ഷുദ്രവിരാടിൻ്റെ രൂപമാണ് കൃഷ്ണൻ എന്ത് ചെയ്യുന്നത്, ഈ വിശ്വരൂപം കാണിക്കുന്ന സമയത്ത് കാണിക്കുന്നത്. യഥാർത്ഥ അതിൻ്റെ നമ്മുടെ രാധാറാണിയുടെയും കൃഷ്ണൻ്റെയും മകനായിട്ടുള്ള വിരാടിനെയല്ല, അവിടുന്ന് ആ വിരാടിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്ഷുദ്രവിരാട്. ഈ ക്ഷുദ്രവിരാടെന്ന് പറയുന്നത് ഓരോ ബ്രഹ്മാണ്ടത്തിലും ഉണ്ടാകും ക്ഷുദ്രവിരാട്. എന്നിട്ട് ഈ ക്ഷുദ്രവിരാടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ആ ക്ഷുദ്രവിരാടിൻ്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ക്ഷുദ്രവിരാടിൻ്റെ ആ രൂപം നമുക്ക് മനസ്സിലാകുമല്ലോ, നമ്മുടെ അനന്തപത്മനാഭസ്വാമി അല്ലേ, അതാണ് ക്ഷുദ്രവിരാട് എന്ന് പറയുന്നത്. ഇതെല്ലാം എന്ത് തന്നെയാണ്, കൃഷ്ണൻ തന്നെയാണ്, അല്ലെങ്കിൽ വിഷ്ണു തന്നെയാണ്. അപ്പം അതിൽ നിന്ന് ബ്രഹ്മാവ് ഉത്ഭവിക്കുന്നു. ആ ബ്രഹ്മാവിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ നെറ്റിയിൽ നിന്ന് ഏകാദശ രുദ്രന്മാരുത്ഭവിക്കുന്നു. അപ്പോൾ ഇതാണ് കഥ. അപ്പോൾ ഇതനുസരിച്ച് ബ്രഹ്മവൈവർത്തന പുരാണം അനുസരിച്ച് ഓരോ ബ്രഹ്മാണ്ടത്തിലും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്നതാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ രാധാദേവിയുടെ പുത്രനായ വിരാട് എന്ന് പറയുന്നത്. അതായത് അതിനകത്ത് എല്ലാമുണ്ട്, അഗ്നിയുണ്ട്, വായുവുണ്ട്, ജലം, ഈ പ്രകൃതിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാമുണ്ട്. ദേവന്മാരുണ്ട്, സന്യാസിമാരുണ്ട്, അസുരന്മാരുണ്ട്, സിദ്ധന്മാരുണ്ട്, ഗന്ധർവന്മാരുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് വിരാടെന്ന് പറയുന്നത്. അപ്പോൾ ആ വിരാടിൻ്റെ ചെറിയ ഒരു ഐഡിയ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവത്ഗീത അധ്യായം 11 വായിച്ചാൽ മതി. ആയിരക്കണക്കിന് കൈകളും ആയിരക്കണക്കിന് മുഖങ്ങളും ഒക്കെ ഉള്ളതായിട്ടാണ്
വിരാടിനെ അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ഭഗവത്ഗീത 11-ാം അധ്യായം ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ രാധാദേവിയുടെ പുത്രനായ വിരാട് പുരുഷൻ. അപ്പോൾ അതിനുശേഷം രാധാറാണിക്ക് എന്ത് പുത്രന്മാരൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് രാധാദേവിയുടെ പുത്രനുമായിട്ട് ബന്ധപ്പെട്ട കഥ എന്ന് പറയുന്നത്.